അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു ചെറിയൊരു സൂറത്തിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. വലിയ മഹത്തായ സൂറത്താണ്. നമ്മൾ സമ്പത്തില്ലാത്തതിന്റെ പേരിൽ, കടബാധ്യതയുടെ പേരിൽ, ദുഃഖങ്ങളുടെ പേരിൽ, ജോലിയില്ലാത്തതിന്റെ പേരിൽ, ഇതൊക്കെ കൊണ്ട് നിങ്ങൾ വളരെ വിഷമത്തിലാണോ, പ്രയാസത്തിലാണോ? സമ്പത്തില്ലാത്തതിന്റെ പേരിൽ സമ്പത്തിനായി എല്ലാ പ്രശ്നങ്ങളും തീരാൻ മഹത്തായ ഒരു സൂറത്താണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അത് എല്ലാ വിഷയങ്ങൾക്കും അൽഹംദുലില്ലാഹ് ഈ സൂറത്ത് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നതുപോലെ നമ്മൾ ഓതിയാൽ ജീവിതത്തിൽ നമുക്ക് വലിയ മാറ്റങ്ങൾ, അത്ഭുതകരമായ മാറ്റങ്ങൾ കാണാൻ കഴിയുന്നതാണ്. അപ്പൊ അത്ര മഹത്തായ ഒരു സൂറത്തിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ മഹത്തായ സൂറത്ത് പണ്ഡിതന്മാർ പറഞ്ഞു തന്നതുപോലെ നമ്മൾ പാരായണം ചെയ്യണം. പലരും പല പ്രശ്നങ്ങളാൽ മാനസിക പിരിമുറുക്കം, ടെൻഷനുകൾ ഉണ്ടാകുന്നവരാണ്. അവരുടെ ടെൻഷൻ മാറാൻ പല വഴികളും സ്വീകരിക്കുന്നു. എന്നാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞത്, ടെൻഷൻ മാറാൻ, സങ്കടങ്ങൾ വരുമ്പോൾ അത് മാറാൻ പ്രവാചകന്റെ ജീവിതം നാം മാതൃകയാക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിലും ദുഃഖത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുമായിരുന്നു. ഖുർആനിനെ നീ എൻ്റെ ഹൃദയത്തിന്റെ വസന്തമാക്കണേ അല്ലാഹ്, ഖുർആനിനെ എൻ്റെ ഹൃദയത്തിന്റെ വസന്തമാക്കണേ അല്ലാഹ്, പ്രകാശമാക്കണേ തമ്പുരാനെ എന്നായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തത്. അപ്പോൾ നോക്കൂ മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹിക്ക് സന്തോഷം വന്നാലും ദുഃഖം വന്നാലും അവിടുന്ന് ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുവേ നിന്റെ പരിശുദ്ധ ഖുർആനിനെ എൻ്റെ ഹൃദയത്തിന്റെ വസന്തമാക്കണേ അല്ലാഹ്. ഇത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ഈ പ്രാർത്ഥന നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അത് പ്രകാശമാണ്, അത് എല്ലാത്തിനും മരുന്നാണ്, എല്ലാ കാര്യങ്ങൾക്കും ഖുർആൻ ഒരു ശിഫയാണ്. മുഅ്മിനീങ്ങളെ, ഖുർആൻ കൊണ്ട് ശിഫ കിട്ടാത്തവന് മറ്റൊന്നുകൊണ്ടും ശിഫ കിട്ടുകയില്ല. എവിടെയാണ് പ്രകാശമുള്ളത് അവിടെയാണ് നന്മയുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എവിടെയാണ് പ്രകാശമില്ലാത്തത് അവിടെ തിന്മയും സമാധാനക്കേടും ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഖുർആനുമായി നമ്മൾ എപ്പോഴും ബന്ധമുണ്ടായിരിക്കണം. നമ്മളുടെ വീടുകളിലും പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓതണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ശരീഫ് നമ്മൾ പാരായണം ചെയ്യണം. അങ്ങനെ നമ്മുടെ ഭവനങ്ങൾ നമ്മൾ ദിക്റുകളും സലാത്തുകളും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകളും കൊണ്ട് നമ്മുടെ ഭവനങ്ങൾ നമ്മൾ അലങ്കരിക്കണം. അല്ലേ? പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു. ഇന്നൊക്കെ 24 മണിക്കൂറും നമ്മുടെ മക്കൾ മൊബൈലിൽ പിടിച്ചിങ്ങനെ പാട്ട് കേട്ട് ഒരുതരം എന്തോ അടിമയായതുപോലെ അങ്ങനെയുള്ള മുഅ്മിനീങ്ങളെ, സച്ചരിതരായ മഹാന്മാരുടെ ജീവിത ചരിത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണം. അവകളെല്ലാം നമ്മൾ അറിയണം. അതെല്ലാം ജീവിതത്തിൽ വലിയ ഐശ്വര്യങ്ങൾ നമുക്ക് നൽകപ്പെടുന്നതാണ്. ഖുർആനുമായിട്ട് നമുക്ക് എപ്പോഴും ബന്ധങ്ങൾ വേണം. പരിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകൾ, ഓരോ സൂറത്തിനും ഇന്ന ഗുണങ്ങൾ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ 114 സൂറത്തുകൾ ഉണ്ടെങ്കിലും ഓരോ സൂറത്തിനും ഇന്ന ഗുണങ്ങളുണ്ടെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ, എല്ലാവർക്കും സമാധാനവും സന്തോഷവും നൽകുന്ന ഒന്നാണ് ഖുർആൻ. പണ്ട് നമ്മുടെ ഭവനങ്ങളിൽ ഖുർആൻ ഓതുമ്പോൾ എല്ലാവർക്കും സമാധാനവും സന്തോഷവും ഉണ്ടായിരുന്നു. എന്നാൽ അന്ന് സമ്പത്ത് കുറവായിരുന്നു, സ്നേഹവും സമാധാനവും സന്തോഷവും ആയുസ്സും ഉണ്ടായിരുന്നു. ഇന്നാണെങ്കിൽ സമ്പത്ത് ധാരാളമുണ്ട്, പലരും സുഖലോലുപരായി, പക്ഷേ സമാധാനമില്ല, രോഗങ്ങളിലൂടെ കടന്നു പോവുകയാണ്. പടച്ചവനെ, ഞങ്ങൾക്കൊക്കെ നീ സമാധാനം നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്, അനുഗ്രഹങ്ങൾ നിലനിർത്തണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട അബൂ ഹാശിം സൂഫി റഹ്മത്തുള്ളാഹി അലൈഹി ചരിത്രത്തിൽ ആദ്യമായി സൂഫി എന്നറിയപ്പെട്ട ആളായിരുന്നു. മഹാനവറുകൾ ഒരിക്കൽ യാത്രയ്ക്കായി പുറപ്പെട്ടു. കപ്പൽ കയറാൻ കപ്പൽ നിർത്തിയിട്ടിരിക്കുന്ന സ്ഥലത്തെത്തി. പക്ഷേ കപ്പലിൽ ടിക്കറ്റ് ഇല്ല, കപ്പൽ ഫുള്ളായി, യാത്രയ്ക്ക് അവസരമില്ല. അങ്ങനെ മഹാനവറുകൾ മടങ്ങാൻ പോകുന്ന സമയത്ത് കപ്പലിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ കൈകൊട്ടി വിളിക്കുകയാണ്. അദ്ദേഹത്തിന് കപ്പലിൽ നിന്ന് കൈകൊട്ടി വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ടിക്കറ്റ് ഇല്ലേ? മഹാൻ പറഞ്ഞു, അതെ, എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല. എന്നാൽ ആ ചെറുപ്പക്കാരൻ തന്റെ കയ്യിലുള്ള ഒരു ടിക്കറ്റ് ആ മനുഷ്യന് നൽകുകയാണ്.
കയറിക്കൊള്ളൂ, നിങ്ങൾക്ക് ടിക്കറ്റ് ഉണ്ടല്ലേ. അങ്ങനെ മഹാനുഭാവൻ കപ്പലിൽ കയറി. അങ്ങനെ അവിടെ നിന്നും കപ്പൽ പുറപ്പെട്ടു. നടുക്കടലിലെത്തിയപ്പോൾ ആ കൈകൊട്ടി വിളിച്ച ചെറുപ്പക്കാരൻ സീറ്റിന്റെ ഉള്ളിൽ നിന്നൊരു മദ്യക്കുപ്പി എടുക്കുകയാണ്. അദ്ദേഹം ഒരു മദ്യപാനിയായിരുന്നു. അദ്ദേഹം ഒരു മദ്യക്കുപ്പി എടുത്തു. അവൻ അത് എടുത്തു. അത് കുടിച്ചു തുടങ്ങി. അവന്റെ ബോധം നഷ്ടപ്പെട്ടു പോയി. അവൻ മദ്യലഹരിയിലായി. ആ മദ്യലഹരിയിലായിരുന്ന സമയത്തിന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ചെറുപ്പക്കാരൻ മഹാനവറുകൾക്ക് ഒരു മദ്യക്കുപ്പി നൽകുകയാണ്. മഹാനവറുകളോട് പറയുകയാണ്, നിങ്ങൾ മദ്യപിക്കാനായി പറയുകയാണ്. മഹാനുഭാവൻ പറഞ്ഞു, എനിക്കിത് ആവശ്യമില്ല. അങ്ങനെ ആ ചെറുപ്പക്കാരൻ കുടിച്ച് മതോന്മനായ ആ ചെറുപ്പക്കാരൻ അപ്പുറത്തെ റൂമിൽ നിന്ന് അവന്റെ അടിമയായ ഒരു പെൺകുട്ടിയെ വിളിക്കുകയാണ്. അങ്ങനെ ആ പെൺകുട്ടിയുമായി അവൻ ആടിപ്പാടി കളിക്കുകയാണ്, തുള്ളിക്കളിക്കുകയാണ്, ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നു. ആ ചെറുപ്പക്കാരൻ ഇതിൽ ആനന്ദം കൊള്ളുകയാണ്. ഇതിലൊന്നും നിങ്ങൾക്ക് താല്പര്യമില്ലേ? ആ മഹാനുഭാവനോട്, ആ പണ്ഡിതനോട് ആ ചെറുപ്പക്കാരൻ ചോദിക്കുകയാണ്. മഹാനവറുകൾ പറഞ്ഞു, ആ പെണ്ണ് പാട്ട് പാടുന്നതിനേക്കാൾ വലുത് എന്റെ കയ്യിലുണ്ട്. ഇപ്പോ കാണുന്ന സർവ കോപ്രായങ്ങളെക്കാളെല്ലാം വലിയ മഹത്വമുള്ള ഒരു വിനോദം എന്റെ കയ്യിലുണ്ട്. മനുഷ്യ ഹൃദയങ്ങൾക്ക് സമാധാനം നൽകുന്ന, ശാന്തി നൽകുന്ന, എല്ലാ അനുഗ്രഹങ്ങളും നൽകപ്പെടുന്ന ഒരു സാധനം എന്റെ കയ്യിലുണ്ടെന്ന് ആ ചെറുപ്പക്കാരനോട് പറയുകയാണ്. അങ്ങനെ ആ ചെറുപ്പക്കാരന്റെ കോപ്രായത്തരങ്ങൾ കാണാതെ ആ മഹാനവറുകൾ മാറി നിൽക്കുകയാണ്. അങ്ങനെ ആ ചെറുപ്പക്കാരന്റെ ജോലികളെല്ലാം കഴിഞ്ഞ ശേഷം തങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളുടെ കയ്യിലുള്ള ആ പാട്ടൊന്ന് പാടിത്തരുമോ? നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഇവകളെക്കാളും മദ്യത്തിനെക്കാളും അതുപോലെ തന്നെ അന്യ സ്ത്രീകളോട് ഇഴുകിച്ചേരുന്നതിനേക്കാളെല്ലാം വിനോദമുള്ള എന്തോ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് നിങ്ങളൊന്ന് പറഞ്ഞില്ലേ? ആ പാട്ടൊന്ന് പാടിത്തരുമോ എന്ന് ചോദിക്കുകയാണ്. ആ മദ്യപാനിയായ ചെറുക്കൻ വിചാരിച്ചു, മഹാനവറുകൾ എന്തോ ഒരു പാട്ട് പാടുന്ന മനുഷ്യനായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് ചോദിച്ചത്, നിങ്ങളുടെ കയ്യിലുള്ള ആ പാട്ടൊന്ന് പാടിത്തരുമോ എന്ന്. അങ്ങനെ അദ്ദേഹം പൂർണ്ണമായി ബോധം തിരിച്ചു വന്നപ്പോൾ മഹാനായ അബൂ ഹാശിം റഹിമഹുല്ലാഹ് മഹാനവറുകൾ ഖുർആൻ ഓതിക്കൊടുക്കുകയാണ്. അന്ത്യദിനത്തെ സംബന്ധിച്ചുണ്ടാകുന്ന അത്ഭുത പ്രതിഭാസങ്ങളെ കുറിച്ചാണ് ആ ചെറുപ്പക്കാരനോട് ആ പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതുകയാണ്. അതിനകത്തുള്ള അന്ത്യദിനത്തെ സംബന്ധിച്ചുള്ള ഓരോ അവസ്ഥകളെ കുറിച്ചാണ്. അങ്ങനെ ആ ഖുർആനിന്റെ വരികൾ ആ മനുഷ്യൻ കേട്ടപ്പോൾ ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, എന്റെ അടുക്കൽ ഉണ്ടായിരുന്ന ഗാനഗന്ധർവനായ ചെറുപ്പക്കാരൻ പാടിയ പാട്ടിനേക്കാൾ, എന്റെ അടിമപ്പെട്ട് പാടിയ പാട്ടിനേക്കാൾ എത്രയോ മനോഹരമാണ്, എത്രയോ ആനന്ദമുള്ളതാണ്. ഒന്നുകൂടി നിങ്ങൾ ആ ഖുർആൻ എനിക്കൊന്ന് ഓതിത്തരൂ. മഹാനൊന്നുകൂടി ഓതി കൊടുക്കുകയാണ്. മഹാനവറുകൾ ഖിയാമത്ത് നാളിന്റെ അവസ്ഥയെ കുറിച്ച് ഇങ്ങനെ ഓതുകയാണ്. ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ കേട്ടിരിക്കുകയാണ്. അങ്ങനെ ഖിയാമത്ത് നാളിന്റെ അവസ്ഥയെ കുറിച്ച് മഹാനവറുകൾ ഇങ്ങനെ ഓതിയപ്പോൾ ആ ചെറുപ്പക്കാരൻ മദ്യക്കുപ്പികൾ മുഴുവൻ ഉടച്ചു കടലിലോട്ട് എറിയുകയാണ്. അത് വലിച്ചെറിയുകയാണ്. അടിമപ്പെണ്ണിനെ സ്വതന്ത്രമാക്കുകയാണ്. അവളെ ഒഴിവാക്കുകയാണ്. എന്നിട്ട് ഞങ്ങളോടൊപ്പം ആ മനുഷ്യൻ കൂടി. അത് ഖുർആനിന്റെ വലിയ കഴിവാണ്. അള്ളാഹു പറഞ്ഞത് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം എന്നുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ഈ ചരിത്രം പറഞ്ഞതിന് വേണ്ടിയിട്ടാണ്. പരിശുദ്ധ ഖുർആൻ നമുക്ക് എല്ലാത്തിനും ശിഫയാണ്. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സർവ്വവേദനകൾക്കും വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും എല്ലാം ഖുർആൻ നമുക്കൊരു മരുന്നാണ്. അതുകൊണ്ടാണ് ഖുർആൻ കൊണ്ട് ശിഫ കിട്ടാത്തവന് ലോകത്ത് ഒന്നുകൊണ്ടും ശിഫ കിട്ടുകയില്ല. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്, സമ്പത്തില്ലാത്തതിന്റെ പേരിൽ, കടബാധ്യതയുടെ പേരിൽ, ദുഃഖങ്ങളുടെ പേരിൽ, ജോലിയില്ലാത്തതിന്റെ പേരിൽ, ഇതൊക്കെ കൊണ്ട് നിങ്ങൾ പിരിമുറുക്കത്തിലാണെങ്കിൽ, സമ്പത്തില്ലാത്തതിന്റെ പേരിൽ സമ്പത്തിനായി എല്ലാ പ്രശ്നങ്ങളും തീരാൻ ഈ സൂറത്ത് ഓതിയാൽ മതി. സാമ്പത്തിക പ്രയാസം അതുപോലെ തന്നെ ദുഃഖങ്ങൾ മാറുന്നതാണ്. ഈ സൂറത്ത് നമ്മൾ പാരായണം ചെയ്താൽ സാമ്പത്തിക പ്രയാസം മാറും, ദുഃഖങ്ങൾ തീരും, കടബാധ്യതകൾ മാറും, ജോലിയില്ലാത്തവർക്ക് അല്ലാഹു ജോലി നൽകുന്നതാണ്. അങ്ങനെയുള്ള നല്ലൊരു സൂറത്തിനെ കുറിച്ചാണ് പറയുന്നത്. വരുമാനത്തിൽ ഉന്നതി ഉണ്ടാകാൻ ഈ ചെറിയ സൂറത്ത് 3 മിനിറ്റ് മതി ഓതാൻ. എങ്ങനെയാണ് ഓതേണ്ടത് എന്നും ഏത് സമയത്താണ് ഓതേണ്ടതെന്നും വിശദമായി മഹാന്മാർ പറഞ്ഞത് ഈ വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം ഇൻഷാ അല്ലാഹ്.
നമ്മുടെ ഓരോ ആവശ്യവും നമ്മുടെ മാർഗം പൂർത്തീകരിച്ച് കിട്ടാനുള്ള ഒരു വഴി ഈ സൂറത്തിലുണ്ട്. കടം കൊണ്ട് വിഷമിക്കുന്നവരാണെങ്കിൽ, സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ, മാനസിക പിരിമുറുക്കമുള്ളവരാണെങ്കിൽ അതെല്ലാം മാറിക്കിട്ടാനുള്ള വഴിയാണ് പറയാൻ പോകുന്നത്. മല പോലെയുള്ള ഏത് പ്രശ്നവും മഞ്ഞ് പോലെ ആക്കി കളയാൻ ഈ സൂറത്തിന് ഇൻഷാ അല്ലാഹ് കഴിയുന്നതാണ്. അപ്പൊ ഇതൊക്കെ പറഞ്ഞത് എന്റെ വാക്കല്ല, മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞതുപോലെ നമ്മൾ ഇത് പാരായണം ചെയ്താൽ വലിയ വിജയങ്ങൾ നമുക്ക് കിട്ടുന്നതാണ്. മക്കളെ കൊണ്ട് വിഷമത്തിൽ കഴിയുന്നവർ, സാമ്പത്തികമായി കഷ്ടപ്പെടുന്നവർ, കടമുള്ളവർ, വിവാഹം ശരിയാകാത്തവർ, എന്ത് ആവശ്യങ്ങളും പൂർത്തീകരിച്ച് കിട്ടാനുള്ള ഒരു സൂറത്താണ്. കേവലം 21 ആയത്തുകൾ മാത്രമുള്ള ഒരു ചെറിയ സൂറത്ത്. 3 മിനിറ്റ് പോലും വേണ്ട അത് ഓതാൻ വേണ്ടി. ആ സമയം ഒന്ന് മാറ്റിവെച്ചാൽ ഇതിൽ നിന്നെല്ലാം നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് നൽകുന്ന ഒരു സൂറത്താണ്. സമ്പത്തിനെ പറ്റി പറയുന്നവർക്ക് കിട്ടുന്ന നേട്ടങ്ങളെ പറ്റി പറയുന്ന, വിഷമിക്കുന്നവരെ പറ്റി പറയുന്ന, കൊടുക്കാതെ പിടിച്ചു വെക്കുന്നവർക്കുള്ള നഷ്ടത്തെ പറ്റി പറയുന്ന, അങ്ങനെയെല്ലാം പറയുന്ന മഹത്തായ ഒരു സൂറത്തിനെയാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഒരു നിശ്ചിത എണ്ണത്തിൽ ഒരു നിശ്ചിത സമയത്ത് ഓതിയാൽ അവന്റെ സാമ്പത്തികമായ പിരിമുറുക്കം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹരിച്ചു കൊടുക്കുന്നതാണ്. അല്ലാഹു സമ്പത്ത് വിശാലമാക്കി കൊടുക്കുന്നതാണ്. ഇപ്പൊ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത്, ഈ സൂറത്ത് നമ്മൾ പാരായണം ചെയ്യുന്നത് പല രൂപത്തിലാണ്. സാമ്പത്തികമായ വിശാലതയ്ക്കാണ് എങ്കിൽ, സാമ്പത്തികമായ വിഷയത്തിനാണ് എങ്കിൽ അത് ഇന്ന രീതിക്ക് നമ്മൾ ഓതണം. രോഗങ്ങൾ മാറാനാണെങ്കിൽ അത് ഇന്ന രീതിക്ക് നമ്മൾ ഓതണം. ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹം വർദ്ധിക്കാനാണെങ്കിൽ അത് ഇന്ന രീതിക്കാണ് നമ്മൾ ഓതേണ്ടത്. റബ്ബിന്റെ പൊരുത്തത്തിൽ എന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടണം എന്നുള്ള നിലയിൽ സൂറത്ത് ഓതുക. എന്റെ ആവശ്യം ഉറപ്പായിട്ട് അല്ലാഹു പൂർത്തീകരിച്ച് തരും എന്നുള്ള രീതിക്കാണ് നമ്മൾ ഓതേണ്ടിയുള്ളത്. അല്ലാതെ ഇത് ഓതിയാൽ നടക്കുമോ ഇല്ലയോ എന്നൊരു ചിന്തയിൽ നമ്മൾ ഓതരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഞാൻ ഓതിയാൽ അല്ലാഹു എന്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരും എന്നുള്ള ഉറപ്പോടുകൂടി ഈ സൂറത്ത് നിങ്ങൾ ഓതുക. അപ്പൊ മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തരുകയാണ്, എങ്ങനെയാണ് ഈ സൂറത്ത് ഓതേണ്ടിയുള്ളത്. പടച്ചോനെ, എന്റെ ഈ ആവശ്യം നീ പൂർത്തിയാക്കി തരണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് 2 റക്അത്ത് ഹാജത്ത് നിസ്കരിക്കുക. സാധാരണ നമ്മൾ ആവശ്യങ്ങൾ നിറവേറാനുള്ള 2 റക്അത്ത് ഹാജത്ത് നിസ്കാരത്തിന് ശേഷം അതേ ഇരിപ്പിലിരുന്ന് കൊണ്ട് തന്നെ കുറഞ്ഞത് 3 തവണ നല്ല സമാധാനത്തോടെ ഇരുന്ന് ഈ സൂറത്ത് നമ്മൾ ഓതുക. സമാധാനത്തോടെ ഇരുന്ന് നമ്മൾ ഓതുക. ഓതുന്നത് കാരണമായി ആവശ്യം നടന്നു കിട്ടണേ അല്ലാഹുവേ, എന്റെ പ്രശ്നം നീ പരിഹരിച്ചു തരണേ അല്ലാഹ് എന്ന നിയത്തിൽ നിങ്ങൾ ഓതണം. എന്നിട്ട് കുറച്ച് ഇസ്തിഗ്ഫാർ ചൊല്ലണം. അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് നിങ്ങൾ ചൊല്ലണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരണം. അപ്പൊ ഇസ്തിഗ്ഫാർ നമ്മൾ ചൊല്ലണം. അങ്ങനെ നമ്മൾ ചെയ്ത് ദുആ ചെയ്താൽ അല്ലാഹു നമ്മുടെ മുറാദുകൾ ഹാസിലാക്കി തരുന്നതാണ്. ഇനി സാമ്പത്തിക വിഷയത്തിൽ സമ്പത്ത് വർദ്ധിക്കാനുള്ള, സമ്പത്തിൽ ബർക്കത്തുണ്ടാകാൻ, കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകാൻ, ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ 40 ദിവസം ഈ സൂറത്ത് നമ്മൾ പാരായണം ചെയ്യുക. എത്ര ദിവസമാണ്? 40 ദിവസം. അപ്പൊ നമ്മൾ ആ നിയ്യത്ത് വെച്ച് ഓതുമ്പോൾ തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. ഒരുപാട് പേര് ഓതുകയും അവർക്കൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചതായി നമ്മളോടൊക്കെ പറയുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് സാമ്പത്തിക അഭിവൃദ്ധിക്കും സാമ്പത്തിക വിശാലതയും സമ്പത്ത് നമ്മളിലേക്ക് വന്നു ചേരാനും ഇഖ്ലാസോടുകൂടി നമ്മൾ 40 ദിവസം ഓതുക. ഇൻഷാ അല്ലാഹ് 40 ദിവസം നമ്മൾ ഓതി തുടങ്ങുമ്പോൾ തന്നെ അതിനുള്ള ഒരു വഴി അല്ലാഹു വിശാലമാക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ. ഇനി സ്ത്രീകൾ ഓതി വരുമ്പോൾ അവർക്ക് ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോകുന്നതാണ്. അവരെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് ബാക്കി ഓതി തീർത്താൽ മതി. അപ്പോൾ ഈ സൂറത്ത് ഓതി വരുമ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം. 40 ദിവസം നമ്മൾ ഓതണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇടയ്ക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഒരായത്ത് 3 പ്രാവശ്യം നമ്മൾ ഓതണം. അപ്പൊ സൂറത്ത് ഏതാണ്? സൂറത്തുൽ ലൈൽ. അപ്പൊ ആ സൂറത്തുൽ ലൈൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ലാ വമാ ഖലഖ ദക്കറ വൽ ഉൻസാ ഇന്ന സഅയകും ലശത്താ എന്നുള്ള ആ സൂറത്തുൽ ലൈൽ നമ്മളിങ്ങനെ ഓതി വരുന്ന സമയത്ത് അതിനെ ഇടയ്ക്ക് ഒരു ആയത്തുണ്ട്. ഏതാണ് ആ ആയത്ത്? വമാ ലിഅഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ വമാ ലിഅഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ വമാ ലിഅഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ വമാ ലിഅഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ.
അപ്പോൾ നമ്മൾ 40 ദിവസം ഈ സൂറത്ത് ഓതുമ്പോൾ ഓരോ തവണ ഓതുമ്പോഴും ഈ ആയത്ത് നമ്മൾ 3 പ്രാവശ്യം എടുത്ത് ഓതണം. അങ്ങനെ തുടർച്ചയായി 40 ദിവസം ചെയ്യുകയാണെങ്കിൽ മടിച്ച് നമ്മൾ ഓതരുത്. അല്ലാഹു എന്റെ സമ്പത്തിൽ നീ വർധനവ് നൽകണേ അല്ലാഹ് എന്നുള്ള നിയത്തോടെ നിങ്ങൾ ഓതിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടുന്നതാണ്. ഇനി ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാനാണെങ്കിൽ രോഗങ്ങൾ മാറണം, വിവാഹം നടക്കണം, മക്കൾ വേണം, കടബാധ്യതകൾ മാറിക്കിട്ടണം എന്ന് വേണ്ട എല്ലാ ആവശ്യങ്ങൾക്കും ഇനി പറയുന്നത് പോലെ നിങ്ങൾക്ക് ഓതാം. തുടർച്ചയായി 3 ദിവസം രാത്രി ഇശാ മഗ്രിബിന് ഇടയിലോ രാത്രിയിലോ ഓതാം. സൂറത്ത് ഏതാണ്? ഞാൻ പറഞ്ഞ സൂറത്താണ് സൂറത്തുൽ ലൈൽ, സൂറത്ത് ശംസും 91, 92, 91ാമത്തെ സൂറത്തും 92ാമത്തെ സൂറത്തും ഈ സൂറത്തുകൾ 3 തവണ നിങ്ങൾ ഓതുക. ഓരോ തവണ ഓതുമ്പോഴും അപ്പൊ ഈ സൂറത്ത് നമ്മൾ ഓതി കഴിഞ്ഞതിന് ശേഷം ഈ മഹത്തായ ദിക്ർ നിങ്ങൾ പറയുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഓരോ പ്രാവശ്യം ഈ സൂറത്ത്, അതിനുശേഷം ഈ ദിക്ർ ഒരു വട്ടം പറയുക. എന്നിട്ട് അല്ലാഹുവിനോട് ആവശ്യങ്ങൾ പറയുക. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ആവശ്യങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ചു തരുന്നതാണെന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുകയാണ്. ഇനി മാനസിക പിരിമുറുക്കം, മക്കളെ കൊണ്ടുള്ള സങ്കടം, ഇതൊക്കെ പരിഹരിച്ചു കിട്ടാൻ, മാതാപിതാക്കളുടെ സ്നേഹം, ഇതെല്ലാം നമുക്ക് പരിഹരിച്ചു കിട്ടാൻ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുകയാണ്. ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഈ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യണം. അതുപോലെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ധാരാളം മഹത്വങ്ങൾ നിറഞ്ഞ ഒരു സൂറത്തുകളെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. അല്ലാഹുവേ, പടച്ചവനെ, പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹുവേ, നിന്റെ പരിശുദ്ധ ഖുർആൻ ഞങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ഞങ്ങളുടെ സകല മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഹലാലായ ഉദ്ദേശങ്ങൾ നീ നടത്തണേ അല്ലാഹ്. ഞങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നീ അകറ്റണേ പടച്ചവനെ. അല്ലാഹുവേ, നിന്റെ ഖുർആൻ കൊണ്ട് ഞങ്ങൾക്ക് 2 ലോകത്തും വിജയം നൽകണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് സാമ്പത്തിക ഉയർച്ച നൽകണേ അല്ലാഹ്. എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ധാരാളം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ആകാശത്ത് ഇറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ടും വിപത്തുകളെ തൊട്ടും ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഅ്മിനീങ്ങളെ കാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഇതെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.